ഹായ് എവ്രി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗീ റൈസും ചിക്കൻ റോസ്റ്റുമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കണം. അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തു. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് തൈരും മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. കുഞ്ഞുമാണ് എന്നെ അതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പറ്റുന്നില്ല, അപ്പോൾ ഞാൻ തന്നെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഗീ റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വയ്ക്കുന്നു, നെയ്യ് ആവശ്യത്തിന് ഒഴിക്കുന്നു. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും മാത്രം ഇട്ടിട്ട് റൈസ് അരി കഴുകി വാർത്ത് വെച്ചത് അതും കൂടെ ചേർത്ത് അരി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അരി നന്നായി ഒന്ന് വറന്ന് വരുമ്പോൾ ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് അരി എത്ര ഗ്ലാസ്സാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായി അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് നാരങ്ങ നീരും ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അടച്ചു വെക്കാനായിട്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമല്ല, ഒന്ന് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വേവിക്കുക. വെന്ത് വരുന്ന സമയത്ത് ഒരു 1/4 ഭാഗത്തോളം വേവ് ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ഗീ റൈസ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നെയ്യ് അധികം ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ അങ്ങനെ ഇടുന്നതാണ് ഗീ റൈസിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ബാക്കി പരിപാടികളിലേക്ക് പോവാം. ഇപ്പോൾ നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നെയ്യൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചൂടുള്ള സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ അധികം വെന്ത് പോവാതെ സൂക്ഷിക്കണം. അപ്പോൾ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇനി നമ്മൾ അതിലേക്ക് പാൻ വയ്ക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. കടുകും പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് സവോള ചോപ്പ് ചെയ്താണ് വെച്ചിട്ടുള്ളത്, നീളൻ അരിഞ്ഞതല്ല. ചോപ്പ് ചെയ്ത സവോളയും ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മസാലയിൽ പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് ഇടണമെന്ന് മാത്രമാണ് കേട്ടോ. സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇനി എക്സ്ട്രാ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, ബാക്കി മസാലപ്പൊടികളൊക്കെയാണ് ചേർക്കുന്നുള്ളൂ. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഉപ്പും അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ മുളക് പൊടിയായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നന്നായി ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുറച്ചധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. വേറെ എരിവിനായിട്ട് മസാലയിലേക്ക് പിന്നീട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറുമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാലയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ചിട്ടുള്ള ഗരം മസാല പൗഡർ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി നന്നായി മൂത്ത് വരുന്നത് വരെയും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ തക്കാളിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി മസാല ഒന്ന് സോഫ്റ്റായി, തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ തക്കാളി വെന്ത് വരുന്നത് വരെയും നമ്മൾ ലിഡ് വെച്ച് മൂടിയിട്ട് ഉണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കനിലുള്ള വെള്ളം മുഴുവൻ ഇറങ്ങുന്നത് വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ചിക്കനിലെ മസാലയും കൂടെ സവോളയിലത്തെ മസാലയും കൂടി ഒന്ന് മിക്സ് ആവുകയും കൂടി വേണം. വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി ആ സമയത്ത് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്മിലിട്ടതിന് ശേഷം നന്നായി വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ വെന്ത് വരുന്നത് വരെയും ചെറിയ തീയിലിട്ട് വേവിക്കുക. പിന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് വെള്ളം വലിഞ്ഞ് വരുന്നത് വരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഇട്ടിട്ട് അവസാനം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ചിക്കൻ റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ അധികം മസാലയുടെ കുത്തൊന്നും ഉണ്ടാവില്ല. ഇത് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും.